നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ നിൽക്കുന്ന സെക്യൂരിറ്റിമാരെ മാത്രം കുറ്റം പറയുവാൻ പാടില്ല എന്നെനിക്ക് പറയാനുള്ളത് ഈ സമയത്ത്. കാരണം അവർ രാവും പകലും വെയിലുകൊണ്ടും കഷ്ടപ്പെട്ടും നിങ്ങൾ രോഗികളായി നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തന്ന് വഴി നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര തടസ്സങ്ങൾ നീക്കിത്തന്ന് മഴയത്തും വെയിലത്തും നിന്ന് ഭക്ഷണം കഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സേവകരായി നിൽക്കുമ്പോൾ നിങ്ങൾ അവരെ പലപ്പോഴും സെക്യൂരിറ്റി എന്ന രീതിയിൽ അവഗണനയിൽ നിങ്ങളവരെ കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചീത്ത വിളിക്കുമ്പോൾ അതൊരു മനുഷ്യനായി പിറന്നവൻ എന്തായാലും പ്രതികരിക്കാതിരിക്കില്ല. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ നിയമപര കാര്യങ്ങളുണ്ട്, എങ്ങനെ ഏത് രീതിയിൽ പെരുമാറണമെന്നുള്ളത്. പക്ഷേ അതെല്ലാം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് സെക്യൂരിറ്റി ആണെങ്കിലും സർജൻ്റ് ആണെങ്കിലും വരുന്ന രോഗിയാണെങ്കിലും രോഗിയുടെ കൂട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും. കാരണം മെഡിക്കൽ കോളേജിലൊക്കെ അനവധി പീഡനങ്ങളും അടികളും മോഷണങ്ങളും പിടിച്ചുപറികളും കള്ളത്തരങ്ങളും എല്ലാം കഞ്ചാവിൻ്റെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല മെഡിക്കൽ കോളേജിലും നടക്കാറുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ഇത്ര സത്യസന്ധനായ സഹപ്രവർത്തകരോടും പൊതുജനങ്ങളോടും സ്നേഹിക്കുന്ന ഈ ജൂറജ് എന്ന് പറഞ്ഞ സർജൻറ്റിനെ എത്രയും വേഗം മന്ത്രി അയാൾക്ക് വേണ്ട സഹായം ചെയ്യണം എന്ന് വിനീതമായ എൻ്റെ അഭ്യർത്ഥനയാണ്. അദ്ദേഹത്തിന് തിരിച്ച് ഡ്യൂട്ടിയിൽ ചേരുവാൻ ഇടവരുത്തണം. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മളൊന്നും ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന പോലെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല, മറിച്ച് അവരുടെ വീര്യത്തെ, അവരുടെ മനോധൈര്യത്തെ, അവർ മഴയത്തും വെയിലത്തും കിടന്ന് കഷ്ടപ്പെടുന്ന അവരെ വീണ്ടും നിരുത്സാഹപ്പെടുത്തരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും വേഗം കഴിയുന്നതും എത്രയും വേഗം ബഹുമാനനായ എൻ്റെ മന്ത്രി, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മന്ത്രി, അടൂരുള്ള പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു സാറിനുമൊക്കെ എന്നെ അറിയാം. അടൂർ ഏരിയ സെക്രട്ടറിക്ക് അഡ്വക്കേറ്റ് മനോജ് സാറിനും എന്നെ അറിയാം. എല്ലാവർക്കും എന്നെ അറിയാം. എല്ലാവരോടും എൻ്റെ വിനീത അഭ്യർത്ഥനയാണ്, നമ്മുടെ ജുറേജിനെ എത്രയും വേഗം സർവീസിൽ തിരിച്ചു കയറ്റി ഇനിയുള്ള ദിവസങ്ങൾ സത്യസന്ധമായി നേരോടെ ജോലി ചെയ്യുവാൻ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ സ്റ്റാഫുകളെയും വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. ഇനി നിങ്ങൾ ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്നെ പലരും അഭിപ്രായം രേഖപ്പെടുത്തിയില്ലെങ്കിൽ എന്നെ വിളിക്കുന്നുവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്.